രാവിലെ പത്രം എടുത്ത് നോക്കുന്നത് നരേന്ദ്രമോദി ഇന്ന് എന്താ പറഞ്ഞിരിക്കുന്നതെന്നാണ്. ഇതുവരെ പറഞ്ഞതൊക്കെ എനിക്ക് ഓക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് പറഞ്ഞതിൽ എന്തോ ഒരു കല്ലുകടി പോലെ. എന്തു പറഞ്ഞു? അദ്ദേഹം പറയുന്നു, ഞാൻ അമ്മയുണ്ടായിരുന്നപ്പോൾ ജൈവപരമായി ജനിച്ചതാണ് ഞാനെന്ന് എനിക്ക് തോന്നലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, അമ്മയില്ലല്ലോ, എന്നെ ദൈവം നേരിട്ട് നിയോഗിച്ചതാണ് എൻ്റെ ജന്മം. അതിപ്പോൾ ചാനലിലൊക്കെ ഇന്നലെ പറയുന്നത് കേട്ട് മോദിക്ക് മനോനില തെറ്റി, പരിശോധിക്കണം എന്നൊക്കെ. ആ പേപ്പർ എടുത്തേ, മോദി പറഞ്ഞതൊന്നും വായിച്ചു. മോദി പറഞ്ഞത് എന്ന് മാതൃഭൂമിയിൽ വന്നിട്ടുണ്ട്. ഞാൻ വായിക്കാം. മോദി പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിലുണ്ട്, അത് മാത്രം ഒന്ന് വായിച്ചാൽ മതി. വായിക്കാം. മാതൃഭൂമിയുടെ ഗീർവാണം വേണ്ട, മോദി പറഞ്ഞതെന്ന് പറഞ്ഞവർ കൊടുത്തത്. മോദി പറഞ്ഞത്, അമ്മ ജീവിച്ചിരുന്നപ്പോൾ ഞാൻ വിശ്വസിച്ചിരുന്നത് ഞാൻ ജൈവപരമായി ബയോളജിക്കൽ ജനിച്ചതാണെന്നാണ്. എന്നാൽ അമ്മ മരിച്ച ശേഷം എനിക്ക് തോന്നുന്നത് ദൈവം എന്നെ ഒരു ദൗത്യവുമായി നേരിട്ട് അയച്ചു എന്നാണ്. പോരെ? മുഴുവൻ വായിക്കും. അത്രയും മതിയല്ലോ. ഇല്ല, അത് കഴിഞ്ഞുകൊണ്ടില്ല. ശരി. ഈ ഊർജം എൻ്റെ ജൈവ ശരീരത്തിൽ നിന്ന് ഉണ്ടാകുന്നതല്ല, അതെനിക്ക് ദൈവം തന്നതാണ്. എൻ്റെ ശേഷികൾ, പ്രചോദനങ്ങൾ, നല്ല ഉദ്ദേശ്യങ്ങൾ എന്നിവയെല്ലാം എനിക്ക് ദൈവം തന്നത് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അതിനൊരു ഉപകരണമല്ലാതെ മറ്റൊന്നുമല്ല. യെസ്, ലാസ്റ്റ് ലൈൻ ഈസ് ദ പഞ്ച് ലൈൻ. ഞാനതിൻ്റെ ഒരു ഉപകരണമല്ലാതെ മറ്റൊന്നുമല്ല. നൗ ടേക്ക് ഗായകൻ ജയചന്ദ്രൻ. 3 or 4 തവണ പല ഇൻ്റർവ്യൂകളിൽ പറയുന്നു, ഞാൻ പാടുന്നതല്ല, ഗുരുവായൂരപ്പൻ പാടുന്നതാണ്. അത് ഞാൻ മനസ്സിലാക്കിയത് എപ്പോഴാണ്, ഒരിക്കൽ ജയചന്ദ്രൻ്റെ തൊണ്ടയടഞ്ഞു പോയി. ചെമ്പയുടെയും തൊണ്ടയടഞ്ഞിരുന്നു, ഓർക്കണില്ലേ? ചെമ്പയ്ക്ക് നാദം നിലച്ചപ്പോൾ തൻ്റെ കണ്ഠം കൊടുത്തവനെ. ചെമ്പൈ ഭജനം ഇരുന്നത് ഗുരുവായൂരാണ്. തൊണ്ട തുറന്നു. ജയചന്ദ്രൻ ചികിത്സയും ചെയ്ത്, അതൊരു പ്രത്യേക പ്രശ്നമാണ് കേട്ടോ, മെഡിക്കൽ പ്രശ്നമാണ്. ജയചന്ദ്രൻ്റെ അമ്മ പറഞ്ഞു, മോനെ നീ ഒരു കാര്യം ചെയ്യ്, ചികിത്സിക്കുന്നതിരിക്കട്ടെ. അപ്പം മൗനമാണ് ജയേന്ദ്രന് വിധിച്ച ഒരു ചികിത്സ. ഒരക്ഷരം മിണ്ടാൻ പാടില്ല. കുറേ സ്ലിപ്പ് ജയേന്ദ്രൻ കീറി മേശപ്പുറത്ത് വെച്ചു. കാപ്പി വേണമെങ്കിൽ കാപ്പി എന്ന് എഴുതിയിട്ട് ഭാര്യയുടെ കയ്യിൽ കൊടുക്കും. ഒരു കാരണവശാലും സംസാരിക്കരുതെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. ഇത് പാലിക്കുമ്പോൾ തന്നെ അമ്മ പറഞ്ഞു, വെള്ളി കൊണ്ട് ഒരു ഓടക്കുഴൽ ഗുരുവായൂരപ്പന് നേരുക. ഇത് മനസ്സിൽ നേർന്നു. 90 ദിവസം കൊണ്ട് ജയേന്ദ്രൻ്റെ തൊണ്ട പഴയ പോലെയായി. ഇത് ജയേന്ദ്രൻ തന്നെ സമ്മതിക്കുന്നതാണ് ഇൻ്റർവ്യൂ. അതിനുശേഷമാണ് ജയേന്ദ്രൻ ഈ റിയലൈസേഷൻ, ഞാൻ പാടുന്നതല്ല, ഗുരുവായൂരപ്പൻ എൻ്റെ തൊണ്ടയിലൂടെ പാടുകയാണ്. എൻ്റെ തൊണ്ട ഞാൻ ഒരു ഉപകരണം മാത്രമാണ്. ഗോ ബാക്ക് 5-10,000 ബാക്ക്. ഭഗവത്ഗീതയിൽ നിമിത്തമാത്രം ഭവ സവ്യസാചൻ. അർജുന, നീ ഒരു നിമിത്തം മാത്രമാണ്, ഒരു ഉപകരണമാണ്. നീ എല്ലാം ചെയ്യുന്നത് ഞാനാണ്, എല്ലാം ചെയ്യാതിരിക്കുന്നത് ഞാനാണ്. തസ്യ കർത്താരമഭിമാം വിദ്യ അകർത്താരമഭിയം. ഇതിൻ്റെ കർത്താവും അകർത്താവും ഞാനാണ്. നിനക്കൊരു റോളുമില്ല, നീ നിമിത്തമാണ്. നിമിത്തമാത്രം ഭവസവ്യസാചൻ. നിന്നിലൂടെ ഞാൻ എൻ്റെ അജണ്ട നടപ്പിലാക്കുകയാണ്. ഇത് എല്ലാ കലാകാരന്മാർ, സ്പോർട്സ്, അവരിവരെയൊക്കെ അഭിനയിക്കുന്നവരൊക്കെ പറയും, എനിക്ക് ആ റോള് കിട്ടിയപ്പോഴുണ്ടല്ലോ ഞാൻ അങ്ങോട്ടങ്ങ് എഴുതി. തിരുക്കുറൾ തർജ്ജമ ചെയ്ത എസ് രമേശൻ നായർ, അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ സുഹൃത്തായിരുന്നു ഞാൻ. അൺഈക്വൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമല്ലോ. അദ്ദേഹം ഗ്രേറ്റും ഞാൻ ചെറുതും, ബട്ട് എന്നോട് വലിയ വാത്സല്യവും സ്നേഹവുമായിരുന്നു. എല്ലാ പുസ്തകങ്ങളുടെയും ഒരു ഫ്രീ കോപ്പി എനിക്ക് തരുമായിരുന്നു. അദ്ദേഹം വലിയ പണക്കാരൊന്നും ആയിരുന്നില്ല. ഈ തിരുക്കുറൾ തർജ്ജമ ചെയ്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, മോഹൻദാസ്, ഞാൻ അത് തർജ്ജമ ചെയ്യാനിരുന്ന് കഴിഞ്ഞപ്പോൾ തിരുവള്ളുവർ എന്നെക്കൊണ്ട് മലയാളത്തിൽ അത് എഴുതിക്കുകയായിരുന്നു. ഞാനല്ല അത് ചെയ്തത്, തിരുവള്ളുവർ ചെയ്തതാണ്. ഇത് പലരും, എത്രയോ മനുഷ്യർ പറഞ്ഞിട്ടുണ്ട്, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പോകെ പോകെ ഞങ്ങൾ തിരിച്ചറിയുന്നു, ഞാനൊരു ഇൻസ്ട്രുമെൻ്റ് മാത്രമാണ്. സം അതർ ഫോഴ്സ് ഈസ് വർക്കിംഗ്. ജ്ഞാനേശ്വരി തർജ്ജമ ചെയ്തു, അദ്ദേഹത്തിൻ്റെ പേര് നാക്കിൻ തുമ്പത്തിരിക്കുന്നു. ആ മനുഷ്യൻ, ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ വ്യാഖ്യാനമാണ് ജ്ഞാനേശ്വരൻ എഴുതിയ മറാഠിയിൽ. അത് മലയാളത്തിലാക്കിയ ആൾ, അദ്ദേഹം പറഞ്ഞു, ഞാനിത് എഴുതി തുടങ്ങി, അതിങ്ങനെ അങ്ങ് തള്ളിത്തള്ളി വരികയാണ്. ഞാനൊന്നും ചെയ്യണ്ട, പേന കടലാസിലങ്ങ് വരച്ചാൽ മതി, ഇതങ്ങ് അക്ഷരങ്ങളായിട്ട് മാറി ഈ തർജ്ജമ കംപ്ലീറ്റായി. ഇത് ഡെഡിക്കേഷനുള്ള എല്ലാ മനുഷ്യരും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. യേശുദാസ് പറഞ്ഞിട്ടുണ്ട്, ജയേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്,
സ്പോർട്സിൽ നമ്പർ 1 ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, അഭിനയിക്കുന്നവർ പറഞ്ഞിട്ടുണ്ട്, ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുണ്ട്. ഐ എം ഓൺലി ആൻ ഇൻസ്ട്രുമെൻറ്റ്. അത് ഒരു വിനയമാണ്, അതൊരു തിരിച്ചറിവും കൂടെയാണ്. ഞാൻ ഈ മഹാപ്രപഞ്ചത്തിലെ ചെറിയൊരു കുമിളയാണെന്നും നാളെ ഞാൻ പൊട്ടിപ്പോകുമെന്നും ഈ കുമിളയെ ഡിസൈൻ ചെയ്തത് മറ്റാരോ ആണെന്നും ഈ കുമിളയ്ക്കൊരു ദൗത്യമുണ്ടെന്നും ആ ദൗത്യം കഴിഞ്ഞാൽ പിന്നെ ആ കുമിളയുടെ ആവശ്യമില്ല, അത് പൊട്ടിപ്പോകും. എവറി മാൻ ഹാസ് ഗോട്ട് എ മിഷൻ ഇൻ ദിസ് ലൈഫ്. അല്ലെങ്കിൽ നമ്മളിവിടെ ജനിക്കുന്നത് എന്തിനാണ്? വാട്ട് ഈസ് ദ എക്സ്പ്ലനേഷൻ ഓഫ് യുവർ ബർത്ത് ആൻഡ് ഡെത്ത് ആൻഡ് സോ മെനി തിങ്സ് ഹാപ്പനിങ് ബിറ്റ്വീൻ ദിസ്. ഇത് ചെയ്യാനായിട്ട് ഇന്ന കാര്യത്തിനായിട്ട് സുനിൽ വടയാർ എന്നൊരു കുമളയുണ്ടാക്കി, ഇന്ന കാര്യത്തിന് മോഹൻദാസ് എന്ന കുമളയുണ്ടാക്കി. ഇറ്റ് ഈസ് അവർ ഫ്രീഡം വെദർ ടു ഡൂ ദാറ്റ് ഓർ നോട്ട്. ഈ ദൗത്യം നിങ്ങൾ നിർവഹിച്ചില്ലെങ്കിലും കുമള ഒരു ദിവസം പൊട്ടിപ്പോകും. നിർവഹിച്ചില്ല വേറൊരു കുമളയുണ്ടാവും. ഇറ്റ് ഈസ് അവർ ചോയ്സ്. ഇത് നമ്മളിതിൻ്റെ ഒരു ഉപകരണമാകണോ? ഗുരുവായൂരപ്പൻ്റെ ശബ്ദമാണ് ഞാൻ എൻ്റെ തൊണ്ടയിലൂടെ പുറത്തു വരുന്നത്. വരണ്ട എന്ന് വേണമെങ്കിൽ ജയേന്ദ്രൻ തീരുമാനിക്കാം. ഗുരുവായൂരപ്പൻ ഒരു നഷ്ടവുമില്ല. ഗുരുവായൂരപ്പൻ്റെ സംഗീതം വേറൊരു തൊണ്ടയിലൂടെ പുറത്തു വരും. കാരണം അത് പ്രപഞ്ചത്തിൻ്റെ ആവശ്യമാണ്. ജയേന്ദ്രന് തൻ്റെ തൊണ്ട കൊടുക്കാതിരിക്കാം, ചെമ്പയ്ക്ക് തൻ്റെ തൊണ്ട കൊടുക്കാതിരിക്കാം, പക്ഷേ ഗുരുവായൂരപ്പൻ പാടാതിരിക്കില്ല മറ്റൊരു തൊണ്ടയിലൂടെ. ഇതാണ് മോദി പറഞ്ഞതിൻ്റെ സാരം. ഇത് വിനയത്തിൻ്റെ അങ്ങേ അറ്റമുള്ള ഒരു പ്രസ്താവനയാണത്. ഞാനൊരു ജൈവ സൃഷ്ടി അല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഐ കെയിം ഹിയർ വിത്ത് എ മിഷൻ. അത് ഇന്ന സ്ത്രീയുടെ ഗർഭപാത്രത്തിലൂടെ പുറത്തു വന്നു. ഇത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ വേറൊരു മോദിയെ വേറൊരു അമ്മ പ്രസവിക്കുമായിരുന്നു. ഇത് തനി ഭാരതീയ ചിന്തയാണ്. രാഹുൽ ഗാന്ധിക്ക് ഇത് മനസ്സിലായി. ഇറ്റ് ഈസ് ബിയോണ്ട് ഹിസ് കോംപ്രഹെൻഷൻ. ഹി വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ്. ഈവൻ എ കോമൺ ഹിന്ദു വിൽ അണ്ടർസ്റ്റാൻഡ് ദിസ്, ബട്ട് രാഹുൽ ഗാന്ധി കനോട്ട്. എല്ലാ ഹിന്ദുക്കളും പറയാറുണ്ട്, ഈശ്വരൻ എന്നെ കൊണ്ട് അത് ചെയ്യിച്ചു, ദൈവം ചെയ്യിച്ചു. ഇത് പറയാറുണ്ട്. അത് അഹങ്കാര ലേശമില്ലാത്ത മനുഷ്യൻ്റെ വാക്കുകളാണ്. ഈ മൊത്തം അഹങ്കാരം മനസ്സിൽ നിന്ന് എടുത്തു കളയുന്നവർ ഭാരതീയർ മാത്രമാണ്, ഹിന്ദുക്കൾ മാത്രമാണ്. മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം നത ശ്രോത്രജിഹ്വേ നത ഘ്രാണനേത്രേ നച വ്യോമഭൂമിർന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. നിർമ്മാണ ഷട്കത്തിൽ ശങ്കരൻ പറയുന്നതാണ്. ഒന്നുമല്ല ഞാനാരാ? ഞാൻ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ശിവനാണ് ഞാൻ. ഞാനായിട്ടൊന്നും ചെയ്യുന്നില്ല, എല്ലാം ചെയ്യുന്നത് ശിവനാണ്. അത് തന്നെയാണ് മോദി പറഞ്ഞത്. എക്സാക്ട്ലി അത് തന്നെയാണ്. ഗായകനായ ജയേന്ദ്രൻ പറഞ്ഞതിൻ്റെ വേറൊരു വേർഷനാണ് മോദി പറഞ്ഞത്. ഇത് ഈ രാഹുൽ ഗാന്ധിയെ വിട്, ഇതൊന്നും അറിയാൻ വയ്യ. പക്ഷേ നമ്മുടെ രാജ്യത്തെമ്പാടും ഒരുപാട് ആളുകൾ പറയുന്നു, മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുന്നു, അന്തിച്ചർച്ച നടത്തുന്നു, പത്രങ്ങളിൽ വലിയ തലക്കെട്ടാവുന്നു. there is a limit to sense, but there is no limit to nonsense. നോൺസെൻസിന് ലിമിറ്റില്ല. സെൻസിന് നമ്മളുടെ മനസ്സിൻ്റെ ബുദ്ധിയുടെ ചിന്തയുടെയൊക്കെ വെച്ചിട്ട് അതിനൊരു ലിമിറ്റുണ്ട്. നോൺസെൻസിന് എന്താ ലിമിറ്റ്? ഓൾ ദീസ് ആർ ഫൂൾസ്. മാതൃഭൂമിയുടെ വാർത്ത ഉണ്ടല്ലേ, ദൈവവും മോദി. വെദർ ഇറ്റ് ഈസ് മാതൃഭൂമി ഓർ ജന്മഭൂമി, ഡസൻറ്റ് മാറ്റർ. ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് വാട്ട്. യു ഹാവ് ലോസ്റ്റ് യുവർ മൂറിങ്സ്. നിങ്ങളുടെ ആങ്കർ ഉണ്ടല്ലോ, നങ്കൂരം നഷ്ടപ്പെട്ടവരാണ് ഭൂരിഭാഗം പത്രപ്രവർത്തകരും ഈ ചാനൽ ചർച്ചകളിൽ ഓളിയിടുന്നവരും. അവർക്ക് കൗണ്ടർ പറയുന്നവർക്കും ഈ ആങ്കർ പലപ്പോഴും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം ഇതൊരു ബാധ്യതയാണെന്ന് അവർ വിചാരിക്കുന്നു. ഭാരതീയത എന്ന ആങ്കറാണ് നമ്മളെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്നുള്ളത് ഒരു കുറച്ചിലാണെന്നും, ആങ്കർ ഇല്ലാതെ ഇങ്ങനെ അതിരുകളില്ലാത്ത ലോകം ഇങ്ങനെ അഡ്രസ്സില്ലാതെ പറന്ന് കളിക്കുന്നതാണ് വലിയ കാര്യമെന്നും ഇവരും വിചാരിക്കുന്നു. അതുകൊണ്ട് ദേ ആർ അണേബിൾ ടു ഡിഫെൻഡ് ഇറ്റ്. അല്ല, ഇപ്പോൾ ടി ജി പറയുന്നത് ഇറ്റ് ഈസ് എ റിയൽ ഇന്ത്യൻ തോട്ട്. അല്ല, ഇത് മനസ്സിലാക്കാഞ്ഞിട്ടാണോ മനസ്സിലായിട്ടും ഇത് മാറ്റിമറിച്ച്? രണ്ട് കൂട്ടരുമുണ്ട്. അല്ല, മനസ്സിലാക്കാൻ മാത്രമുള്ള ബോധമൊക്കെ ഉണ്ടോ അവർക്ക്? അല്ല, ബോധമില്ലാത്തവരുമുണ്ട്, മനസ്സിലായിട്ടും മനസ്സിലാവാതെ ഡാൻസ് കളിക്കുന്നവരുണ്ട് ഫോർ പൊളിറ്റിക്കൽ റീസൺസ്. ദേ കനോട്ട് അക്സെപ്റ്റ് മോദി. ഇപ്പോൾ മോദി ഇപ്പോൾ പകലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും രാത്രിയാണെന്ന് പറയും. പകൽ പോലെ തോന്നുന്നേ ഉള്ളൂ, വാസ്തവത്തിൽ ഇപ്പോൾ രാത്രിയാണ്. അമേരിക്കയിൽ ഇപ്പോൾ രാത്രിയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ടി വി ചർച്ചയിൽ ബഹളം വയ്ക്കും. അതൊരു ചായക്കട തർക്കമാണ്. അതിൽ അവരുടെ ഡ്യൂട്ടി അവരുടെ പാർട്ടിയെ പൊക്കി പറയുക എന്നുള്ളതാണ്. എന്ത് ചെയ്യും പാവങ്ങൾ? അവരെയൊക്കെ വെറുതെ വിടുക. ദേ നോ വാട്ട് ഈസ് ഹാപ്പനിങ്, ബട്ട് ദേ ആർ ഡെസ്റ്റൈൻഡ് ടു പ്രിറ്റൻഡ് ആസ് ഇഫ് നത്തിങ് ഈസ് ഹാപ്പനിങ്. ഇതൊരു തീർത്തും ഭാരതീയമായ ചിന്തയാണ്.
ആ കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ സുനിലിനോട് അത് മുഴുവൻ വായിക്കാൻ പറഞ്ഞത്. മുഴുവൻ വായിച്ചാലേ അതിൻ്റെ സ്പിരിറ്റ് മനസ്സിലാവുള്ളൂ. ആ അവസാനത്തെ ലൈനാണ് അതിൽ ഏറ്റവും പ്രധാന ലൈൻ. ഞാനൊരു ഉപകരണമാണ്, നിമിത്തമാത്രം ഭവ സവ്യസാചൻ എന്നുള്ള ശ്രീകൃഷ്ണൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ ആജ്ഞ, അത് മോദി സമ്പൂർണ്ണമായിട്ട് സ്വീകരിക്കുന്നു. ഞാനൊരു നിമിത്തമാണ്, ഉപകരണമാണ്. മോദി ഉദ്ദേശിച്ചത് അത് തന്നെയാണ് ആണെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് കൃത്യമാണല്ലോ. ഞാനൊരു ഉപകരണം മാത്രമാണ്. ഐ വാസ് ഡിസൈൻഡ് ബൈ സം ഡിവൈൻ ഫോഴ്സ്, ഡെസ്റ്റിൻഡ് ടു ഡു വാട്ട് ഐ ആം സപ്പോസ് ടു ഡു. അത് എനിക്ക് ആവുന്ന മട്ടിൽ ഞാൻ ആ ദൗത്യം നിർവഹിക്കുന്നു. ആവുന്ന മട്ടിൽ. പെർഫെക്റ്റ് ആണെന്ന് മോദി ക്ലെയിം ചെയ്യുന്നില്ല. കാരണം അത് ഡിസൈനർക്കേ പറയാൻ പറ്റുള്ളൂ പെർഫെക്റ്റ് ആണോ അല്ലേ എന്നുള്ളത്. പക്ഷേ ആവുന്നത്ര പെർഫെക്റ്റായിട്ട് അത് ചെയ്യുന്നു. യു ടേക്ക് വൺ റീസൺ. ഇപ്പോൾ ഏകദേശം 2000 മുതൽ ഇപ്പോൾ 2024 വർഷമായി അദ്ദേഹം പൊതുരംഗത്തുണ്ട്. ഗുജറാത്ത് മുഖ്യമന്ത്രി ആയത് മുതൽ ഇപ്പോൾ 10 വർഷം പ്രധാനമന്ത്രിയായി, 10 വർഷം പ്രധാനമന്ത്രിയായിട്ടും ഒക്കെ. ഹാവ് യു എവർ സീൻ ഒരു മൂക്കിപ്പനിയായിട്ട് ഈ മനുഷ്യനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഗുളിക തിന്നുന്നു കണ്ടിട്ടുണ്ടോ? ആൾ ഭയങ്കര ഫിറ്റാണ്. ഇപ്പോൾ വയസ്സ് 75 ആകുന്നു ഇല്ലേ? അപ്പോൾ അതായത് 75 55 മുതൽ 75 വരെ ഇത്രയും കാലമായിട്ട് ഒരസുഖം പോലും, ഒരു ജലദോഷം പോലും വരാതെ ഒരാൾക്ക് ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് ഈശ്വരാധീനമല്ലാതെ വേറെ എന്താണ്? സം ഡിവൈൻ ഫോഴ്സ് ഈസ് ഹെൽപ്പിംഗ് ഹിം. ഓഫ് കോഴ്സ് അദ്ദേഹത്തിൻ്റെ എഫർട്ടും ഉണ്ടാകും. യോഗ, ഡിസിപ്ലിൻ ലൈഫ്, അത് ഇതൊക്കെ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഈ നമ്മൾ താൻ പാതി ദൈവം പാതി എന്ന് പറയും. നമ്മുടെ റോളും നമ്മളും വഹിക്കണം. എങ്കിൽ ബാക്കി പ്രപഞ്ചം വഹിക്കുള്ളൂ. ഞാനിതിനെ പ്രപഞ്ചശക്തി, ഈ ദൈവം എന്ന് കേട്ട് കഴിഞ്ഞാൽ പലർക്കും ചൊറിയുമല്ല. യൂണിവേഴ്സൽ ഫോഴ്സ്, ചില യൂണിവേഴ്സൽ ലോ ഉണ്ട്, അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഗ്രാവിറ്റേഷണൽ ലോ, മുകളിലേക്ക് എറിഞ്ഞ കല്ല് താഴത്തേക്ക് വരുന്നു, ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ക്യാൻ യു മാനിപ്പുലേറ്റ് ദാറ്റ് ഫോഴ്സ്? നോ. ടു സർട്ടൻ എക്സ്റ്റെൻറ്റ് സംതിങ് ക്യാൻ ബി ഡൺ. ഒരു വല വെച്ചിട്ട് ഇടയ്ക്ക് പിടിക്കുക, വലയും കൊണ്ട് കല്ല് താഴത്തേക്ക് വരും, സഫീഷ്യൻറ്റ് ഭാരമുള്ളതാണ്. ദർ ആർ സർട്ടൻ യൂണിവേഴ്സൽ ലോസ് വിച്ച് യു കനോട്ട് ബ്രേക്ക്, ആൻഡ് വെദർ യു ബിലീവ് ഇറ്റ് ഓർ നോട്ട്, ഇറ്റ് ഈസ് ദർ. ഇപ്പോൾ ഒരാൾ പറയുകയാണ് ഞാൻ തേങ്ങ മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് തന്നെ പോകും, താഴത്തേക്ക് വരില്ല എന്നാൽ അയാൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. പക്ഷേ തേങ്ങ താഴത്തേക്ക് വീഴും. തേങ്ങ വിശ്വസിക്കില്ല. തേങ്ങയ്ക്ക് അതിൻ്റെ ഭഗവത്ഗീതയിൽ അതും പറയുന്നുണ്ട്. പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹക്കും കരിഷ്യതി. പ്രകൃതിക്ക് അതിൻ്റെ പ്രകൃതിയിലുള്ള ഭൂതങ്ങൾ വെച്ചാൽ ജീവജാലങ്ങൾ, അതൊക്കെ അതിനെല്ലാം അതിൻ്റെ ഒരു പ്രകൃതമുണ്ട്. അതിനെ നിഗ്രഹിച്ചിട്ട് കാര്യമില്ല. ടി.ജി. ഒരു സംശയം ചോദിക്കട്ടെ. ഈ രാഹുൽ ഗാന്ധിക്ക് ഇത് വിവാദമാക്കാതെ ഞാനും ദൈവം ഏൽപ്പിച്ച ഒരു ജോലിയാണ് ചെയ്യുന്നത്, അത് മോദിയെ ചെയ്യാൻ പറ്റില്ല. ഇത് മനസ്സിലാവണ്ടേ? എന്നാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. മോദിയെ പുറത്താക്കുക എന്നുള്ളത് ദൈവകൽപിതമായ ജോലിയാണ് എന്ന് രാഹുലിന് പറയാൻ പറ്റുമോ? അല്ല, ഈ അണ്ടർസ്റ്റാൻഡിങ് ഈസ് എ വെരി ഡിഫിക്കൽട്ട് പ്രോസസ്സ്. വലിയ സംസ്കൃത പണ്ഡിതനെ ഒരു കള്ളുകുടിയൻ തോൽപ്പിച്ച കഥ തമാശയായിട്ട് സംസ്കൃതത്തിലുണ്ട്. ഇദ്ദേഹം വലിയ വേദാന്തിയും സംഗതിയൊക്കെയാണ്. ഇദ്ദേഹം ഈ കള്ളുകുടിയനുമായിട്ട് സംവാദം. ഇദ്ദേഹം 1 എന്ന് കാണിച്ചു പണ്ഡിതൻ. അതിനർത്ഥം എല്ലാം ഒന്നാണ്. ഏകമേവാദ്വിതീയം നേഹ നാനാസ്തി കിഞ്ചന. ശങ്കരൻ്റെ അദ്വൈതമാണ്. എല്ലാം ഒന്നാണ്, പലതില്ല, അല്പം പോലുമില്ല. നേഹ നാനാസ്തി കിഞ്ചന എന്നാണ് 1 എന്ന് കാണിച്ചു. മറ്റേ ആൾ മനസ്സിലാക്കുന്നത് ഇരുന്ന ഇരിപ്പിൽ ഒരു കുപ്പി ഞാൻ നിർത്താതെ കുടിക്കാമെന്നാണ്. ഇയാൾ 2 എന്ന് കാണിച്ചു. 2 കുപ്പി ഞാനടിക്കും. അപ്പോൾ ഇയാൾ ദ്വൈതവും അദ്വൈതവുമായിരിക്കും, ജീവാത്മാവും പരമാത്മാവുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം അങ്ങനെയാണെങ്കിൽ ത്രിമൂർത്തികളുണ്ടെന്ന് പറഞ്ഞ് 3 കാണിച്ചു. അപ്പം മറ്റേ ആൾ 4 പിന്നെ ഒരു വട്ടവും വരച്ച് കാണിച്ചു. 4 കുപ്പി കള്ളും ഒരു പപ്പടവും. 4 കുപ്പി കള്ളു പുള്ളിക്ക് നിർത്താതെ കുടിക്കാൻ, പക്ഷേ ഒരു പപ്പടം വേണം, ടച്ചിങ്സ് വേണം. വേദാന്തി തോറ്റുപോയി. കാരണം പുള്ളിക്ക് 4ൻ്റെ അർത്ഥമൊക്കെ മനസ്സിലായി, പക്ഷേ ഈ വട്ടം മനസ്സിലാവുന്നില്ല. പുള്ളി തോൽവി സമ്മതിച്ചു. അങ്ങനെ വേദാന്തിയെ കള്ളുകൂടിയൻ തോൽപ്പിച്ച കഥയൊക്കെ സംസ്കൃതത്തിലുണ്ട്. ദിസ് ഈസ് ഓൾ ബീയിങ്, ദ ഹിസ്റ്ററി ഈസ് ബീയിങ് റിപ്പീറ്റഡ്. ഇതുപോലത്തെ ഒരു കക്ഷിയാണ് അപ്പുറത്ത് ഇപ്പുറത്ത് മോദി. എന്ത് ചെയ്യും?
അതുകൊണ്ട് മോദി ഡസൻ കെയർ വാട്ട് ഹി സ്പീക്സ്. വേദാന്തിക്ക് പറ്റിയ അബദ്ധമാണ് മറ്റവനെ വിദഗ്ധനായിട്ട് കൊണ്ടുവന്ന് വേദാന്തിയെ കുരുക്കിയതാണ് കൂടെയുള്ളവർ. മോദി ഡസൻ ഗോ ഫോർ ദിസ്. സോ അദ്ദേഹം ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ഡിബേറ്റിനോ സംഗതിക്കൊന്നും പോകില്ല. അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹം പറയുന്നു. അത് തികച്ചും ഭാരതീയമാണ്, അത് ഫിലോസോഫിക്കലാണ്. ദോസ് ഹു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇന്ത്യൻ ഫിലോസഫി ആർ മിനിമം ഭാഷയിൽ പറഞ്ഞാൽ ഫൂൾസ്. ഏതായാലും മോദി പറയാനുള്ളത് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് അവിടെ ബാക്കി നിൽക്കുന്നു. അദ്ദേഹം അടുത്ത വേദിയിലേക്ക് പോയി അടുത്ത കാര്യങ്ങൾ പറയുന്നു. അത് അടുത്ത വാർത്തയായിട്ട് വരും. യെസ്.